സഹോദരന്മാരെ ഇത് ചൊല്ലുകൊല്ല കാരണം അതുക്കും തയ്യാറായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതാ നിങ്ങൾ ഗൊന്തില്ലേ ജീവനത്തില് നേരായ അഗ്നി പരീക്ഷ എന്ത് കണ്ട മഹാനല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദീനി ദഅവത്ത് വിഷയത്തില് നുബുവത്ത് കിട്ടിയപ്പ അതിലെല്ലാം മോത്തും ചൊല്ലുക തുടങ്ങറ് ബാപ്പരട്ടിക ചൊല്ലറു കൂട്ടക്കാരട്ടിക ചൊല്ലറു റായത്തെട്ടിക ചൊല്ലറു എത്രത്തോളം ചൊന്നെങ്കിൽ രാജാവുടെ ദർബാർ വരെ പോയിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവ നടത്തറ് അപ്പൊ ഈ ആടൽത്താക്കിയോണ്ടിന്ന നമ്രൂദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ തീ കിട്ടത്ത് കൊള്ളണോ തീരുമാനിക്കരേ ചരിത്രം എല്ലാവർക്കും ഗൊന്തുള്ളത് അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ കൊല്ലോജും തീരുമാനിക്കരേ അതാ അതുക്ക് വേണ്ടി എല്ലാവിധ തയ്യാറിയും നടക്കറ് എത്രയോ നാലിപ്പറായതിരെ കത്ത് പാട്ടുറാറ് തീ കത്ത് പാട്ടുറാറ് ചരിത്രങ്ങൾ ചൊന്ന് തണ്ടെന്തിരെ ചൊന്നെങ്ക് അതാ എത്രയോ എത്രത്തില് പാറിയോണ്ടിന്ന പക്ഷിക ഈ തീരെ ചൂട് താതിരാട്ട് ഭസ്മായിട്ട് കരിഞ്ഞു പോയോണ്ടിത്തും അങ്ങനെ ഉള്ള തീക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ ശിക്ഷിക്കണോന്ന് ഇയാള് തീരുമാനിക്കരേ എന്തിരെ ഇയാളെ ബിയാറ ഈ ദുഷ്ടനായ നമ്രൂദിരെ ബിയാറ എന്തിരെ അതാ ഇപ്പൊ എന്താക്കണോ ഇബ്രാഹിമരെ നങ്ങ ഈ തീക്കിടണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ നങ്ങ ഈ തീക്ക് എറിഞ്ഞെങ്ക് ഒരു ക്ഷണമാത്രത്തിലെ ഇബ്രാഹിമരതാ ചീറാട്ട കേക്കറ് അറബായിട്ട് കേക്കറ് അപ്പൊ ഈ ആൾമാറ് ഈ തൗഹീദ് മനസ്സിലാക്കി അങ്ങ് കൊരയാൽ ഇന്നെങ്ക് അങ്ങ് ഒരു സമയ പിറകു പോകണോ അങ്ങനെ ഈ ദീന നശിക്കണോ എന്നിങ്ങനെയല്ലേ അതേ തെല്ല് മാത്രത്തില് ഇബ്രാഹിം എത്തിയതാ ശരീര ഭസ്മായി പോണ്ടു ബെണ്ണൂറായി പോണ്ടു തല്ലേ ഈ മനുഷ്യ വിചാരിക്കരേ എന്നെങ്കിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധി വേറമേ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ സൂറത്ത് യാസീൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലാഹു ഒരു അധികാരം എന്തിരേ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ അല്ലാഹ് എന്തായെങ്കും ആക്കണോ തായെങ്ക് അല്ലാഹ് ഒരു വിഷയം എന്തായെങ്കും കൊണ്ടുവരണോ തായെങ്ക് അത് ആവൂന്ന് ചൊന്നെങ്ക് മയ്യല്ലേ ഈ നമ്രൂദ് വിചാരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ ശിക്ഷിക്കാന്ത് അല്ലാഹുടെ സമ്മത ഇല്ല അതാ അല്ലാഹ് ചൊന്നെങ്ക് ആറ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമരെ അബ്ബവും ഉമ്മവും ഇല്ലാണ്ട് സൃഷ്ടിച്ച അല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമരെ അതാ മറിയം ബീവി അലൈഹിസ്സലാം ഒരു പുരുഷ സമ്പർക്കവും ഇല്ലാണ്ട് ഉണ്ടാക്കിയ അല്ലാഹ് ആകാശ ഭൂമികളെ ഉണ്ടാക്കിയ അല്ലാഹ് അതും എങ്ങനെ ബിഗൈരി അമദിൻ തറൗനഹാ ഒരു എഞ്ചിനീയറെയും ആവശ്യം അല്ലാഹ് വന്നിട്ടില്ല ഒരു ആർക്കിടെക്ട് റട്ടുകയും അല്ല കോണ്ടാക്ട് ആയിട്ടില്ല എന്തും അല്ലാതെ ഈ മനുഷ്യരെ സൃഷ്ടിക്കുമ്പോ ഒരു വീരത്തിൽ നിന്ന് സൃഷ്ടിക്കുമ്പോ എവിടാവണു ചെസ്റ്റ് എവിടാവണു കണ്ണ് എവിടാവണു കിഡ്നി എന്നിങ്ങനെ ഒരു ഡോക്ടറെട്ടിയും അല്ല പോയിട്ടില്ല ബിഗൈരി അമദിൻ തറൗനഹാ ഒരു പൂർവ പ്രയോജനം ഇല്ലാണ്ട് ഉണ്ടാക്കിയവനല്ലേ അല്ലാഹു സ്വർഗ പഠിച്ച അല്ലാഹു നരക പഠിച്ച അല്ലാഹു അതാ ഇങ്ങനെ ചൊല്ലുക പോയെങ്കിൽ എത്രയോ കുദ്റത്തുണ്ടാക്കിയ അല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ ഈ തീയിൽ നിന്നിട്ട് രക്ഷിക്കുക ആവില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ തീക്ക് എറിയ ആ നിമിഷത്തിലെ റബ്ബുൽ ആലമീന്റെ ആദേശമുണ്ട് എന്തരെ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം ഓ തീയേ നീന് തീയായി പോണ കുത്തിറാ നിക്കൊരു സ്വഭാവം ഉണ്ട് എന്തരെ നിന്റെ ഏത് വസ്തു വന്നെങ്കും അത് എന്തിരെ അത് പേപ്പറാ അത് നല്ലതാ അത് ബെടക്ക എന്തും നോക്കാട്ട് അതിൽ അങ്ങനെ ഒരു കത്ത് പാട്ടിപ്പുട്ടിലെ ഒരു സ്വഭാവം നിക്കൊണ്ടു ഇപ്പൊ നീ അങ്ങനെ ആ സ്വഭാവം കാട്ടണ്ട ഇപ്പൊ നിന്റെ ഒട്ടിക്ക് വന്നിട്ട് എന്റെ ഹലയിൽ അല്ല ഈ തീക ആദേശിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമരെ ഒരു മുടിക്കും എന്തും ആവാ
ഭദ്രമായിട്ട് സംരക്ഷിച്ച് രാജാവായ റബ്ബുൽ ആലമീൻ അതേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നരകത്തിയിടുമെന്ന് നിങ്ങൾ വിചാരിക്കാറാ? അല്ലാഹ് മാനിക്കലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബാസിരനാല് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ പിടിച്ചിട്ട് അന്റെ നാളത്തോളു ഖിയാമത്ത് ബെല്ലടിക്കലോടത്തോളും ആരല്ല ജനിച്ച മരിച്ചു പോലുറാറ് എല്ലാരും ഒക്കൂടുക മഹ്ശറത്തില് ആ പുനരുത്ഥാന നാല് രണ്ട് അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാലേ അമ്പിയാക്കന്മാർക്ക് സ്വർഗമുണ്ടോ എന്ന് ഗ്യാരണ്ടി അല്ലേ? ആയെങ്കും അതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിനയ നോക്കൊരു സഹോദരന്മാരെ റബ്ബുരട്ടിയെ പ്രാർത്ഥിക്കരേ. റബ്ബിലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പുനരുത്ഥാനത്തെ നാളെ രണ്ട് നന്നെ നീ അവമാനിക്കണ്ട, നന്റെ നീന് ഇൻസൾട്ട് ആക്കണ്ട, നന്റെ നീന് ഡീഗ്രേഡ് ആക്കണ്ട. എന്തിനാ നാല് വിശേഷത ചൊന്നെങ്കിൽ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അണ്ട് മക്കളെ കൊണ്ട് പ്രയോജനം ഇല്ല, സമ്പത്ത് കൊണ്ട് പ്രയോജനം ഇല്ല, അണ്ട് ഉപകരിക്കരെന്തിരെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല സലീമായ നല്ല ഹൃജമനസ്കമായ മനസ്സിനെങ്കിൽ മാത്രമേ അണ്ട് രക്ഷപ്പെടേ. സഹോദരന്മാരെ അതാ നിങ്ങൾ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അതാ നല്ല നിഅമത്ത് കിട്ടിയ ആളല്ലേ ദുനിയാവിലും. അങ്ങനെയുള്ള യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി അല്ലേ, സാലിഹ് അല്ലേ, മുസ്ലിം അല്ലേ? എന്നിട്ടും അതാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ നിങ്ങ, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ നന്റെ നീ മുസ്ലിമായിട്ട് മരിപ്പാട്ടണോ, സാലിഹീങ്ങളിട്ടിക്ക് നന്റെ നീ ചേർപ്പാട്ടണോ. എന്ത് വിനയ സഹോദരന്മാരെ! അതാ നിങ്ങൾ നോക്കൂ, ഇനി സ്വഹാബിമാറും അങ്ങനെ അങ്ങവും വിനയ കാട്ടിയങ്ങ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലില്ലേ, നന്റെ ഉമ്മത്തിങ്ങലയില് ഒന്നാമതായിട്ട് സ്വർഗ്ഗത്ത് കടക്കരേ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നു, അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കറെ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടോ? മാത്രമല്ല ഓ അബൂബക്കറെ സ്വർഗ്ഗത്ത് 8 ബായിലുണ്ടോ, ഏത് ബായിലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. അതാ നിങ്ങൾ ചിന്തിക്കില്ലേ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബത്ത് ബാരി പ്രസവിച്ചാറ്, ആദരിച്ചാറ്, ബഹുമാനിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുമ്പോ സ്വഹാബിമാർ പോയി അവിടെ ക്യൂ നിന്നാറ്. തന്നിക വേണ്ടിട്ട് സ്വഹാബിങ്ങൾ സ്പർദ്ധിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചെറുപ്പെടുത്തി കൊടുക്കുന്ന വിഷയത്തിലും അങ്ങ് സ്പർദ്ധിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അങ്ങ് യാറെ പിർസവെച്ചാറ്. അങ്ങനെ പിർസവെച്ച സ്വഹാബിമാരെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുരേ, ഓ റബ്ബേ നന്റെ ഈ സ്വഹാബിമാർ അതാ നിങ്ങൾ നെനപ്പില്ലേ ഹുദൈബിയ സന്ധി, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിമാർ എങ്ങനെ ഫിർസാക്കിയാറ്. ശത്രുങ്ങത അണ്ട് മുസ്ലിമായിട്ടിന്നെ അബൂ സുഫിയാൻ അതും അരങ്ങ പോയി ചൊന്നാറ്, വമാ റഅയ്തു അഹദൻ ഹുബ്ബി അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അനുയായിങ്ങ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആദരി
ആദരിക്കും പോലെ ബഹുമാനിക്കരെ പോലെ ഒരു രാജാവുരെയും ഒരു രാജാവുരെ അനുയായികളും ഇഷ്ടപ്പെട്ടത് ആദരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ അത്രയും പിർസാക്കിയ സ്വഹാബത്തിനെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, അല്ലാഹുവേ നന്റെ ഈ സ്വഹാബത്ത് നന്റെ യാറെ ഇഷ്ടപ്പെട്ടാറ് അങ്ങനെ അങ്ങക്കാട്ടി ഇഷ്ടത്തിന് തിരിച്ചിട്ടും നാനും അങ്ങനെ ഇഷ്ടാക്കിയ അങ്ങാക്കിയ ഉപകാരത്തിന് ബദൽ നാനും അങ്ങ് പ്രത്യുപകാരാക്കിയ ആയെങ്ക ഈ ഒരു വ്യക്തിത്വ വിട്ടുത്തു ഈ അബൂബക്കർ നക്കാക്കിയ ഉപകാര അത് തിരിച്ച് പ്രത്യുപകാര കൊടുക്കുക നക്ക് ആയിട്ടില്ല റഹ്മാനെ. അത് കൊണ്ട് നീ ഈ അബൂബക്കറെ നാല് ആഖിറത്തിൽ സഹായിക്കണു. അങ്ങനെ ഉള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാനെ ബന്തില്ലേ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയില് മസ്ജിദുൻ നബവിയില് ഖുർആൻ ഓതിയോണ്ടുണ്ടു. നല്ല സുശ്രാവ്യമായിട്ട് ഖുർആൻ ഓദ്ര ആളായിട്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും പള്ളിക്ക് ബണ്ടാറ് ബറമ്പത്തു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയോണ്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തില് ഈ സ്വഹാബിക്ക് വേണ്ടി ദുആറക്കറ് അത്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആറക്കറ് സ്വഹാബിമാർ അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പ ദുആ കിട്ടു എന്നിട്ട് കാത്തുകൊണ്ടിരുന്നാണ്. അങ്ങനെ ഈ വിഷയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിക്കരുത് ഈ സ്വഹാബിക്ക് നായി പോയി ചൊല്ലണമെന്ന്. അങ്ങനെ സുബൈ അന്റെ ജാവ് വർങ്ങറ് ഈ ജാവ് ഇത് കണ്ടേ അങ്ങനെ സുബൈ നിസ്കരിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പോണ്ടു ചൊല്ലുക പോകുമ്പത്തുകു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചൊല്ലರು ಅದಕ್ಕೆ ಜಾವುಗೆ ಬಂದಿಟ್ಟು ಅಬೂಬಕರ್ ചൊന്നರು ಅಂತ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചൊരു നല്ല ഒരു സറ, അത് ഫർളല്ല സുന്നത്തല്ല, ഒരു നല്ല ഒരു സറ അത് സമേത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്കി തൈത്ത് അത്രയും സ്ഥാനമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർക്ക് സാധ്യമേ ആയിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്പർദ്ധിക്കൂ. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ അല്ലാഹു റബ്ബുൽ ആലമീൻ തഖ്വത്തിന് വേണ്ടിയിട്ട് സെലക്ട് ആക്കിയ മഹാന്മാരല്ലേ സ്വഹാബിമാര്. ആ സ്വഹാബിമാരിൽ ഒന്നാമതായിട്ട് കളവ് ചൊല്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗമുണ്ടോ ചൊല്ലുമ്പോ എണ്ണിയത് ഒന്നാമനല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തൊണ്ടറില്ല നാ സ്വർഗ്ഗത്തിൽ ചൊന്താ ഇല്ല സഹോദരന്മാരെ. എന്തിനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നേ വല്ലാഹി വദിത്തു ലൗ അന്നി കുന്തു ഷജറൻ യുഖലു യുഖദ്. അല്ലാഹുവേ വല്ലാഹി അല്ലാഹ് സാക്ഷിയായി ചൊല്ലുരേ വദിത്തു ഞാൻ കൊതിച്ചു പോണ്ടേ ലൗ അന്നി കുന്തു ഷജറൻ യുഖലു ഔ യുളദ്. അതാ ഞാൻ ഒരു മറായി തിന്നരെങ്ക് ഒരു മരത്തെ ഒരു ഗെല്ലായി തിന്നരെങ്ക് ആടുങ്ങ തിണ്ടും പോലെ പോലോത്ത ഒരു ഗെല്ലായി തിന്നരെങ്ക് എത്ര നല്ലായി തിന്ത്. സഹോദരന്മാരെ ഇതല്ലേ വിനയ ചൊല്ലരുത്. അതാ നിങ്ങൾ നോക്കൊരു രണ്ടാമത്തെ മുത്തുമണി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ഉമറും ഫിൽ ജന്ന, ഉമറെ നിങ്ങൾക്കും സ്വർഗ്ഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നിട്ട് സ്വർഗ്ഗമുണ്ട് ചൊന്നിട്ടു ജീവിതകാലത്തിലെ ഭാഗ്യ കിട്ടിയ മഹാനല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാന്റെ ಬಗ್ಗೆ ചൊന്തു യഫിറു ശൈത്താന മിൻ ഉമർ. ഉമരെ നിങ്ങളെ കണ്ടെങ്കിൽ ശൈത്താൻ വരെ ഓടിപ്പോവൂ. അങ്ങനത്തെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വിനയ നോക്കറു. അതാ സൂറത്തു തൂർ ഓതിയോണ്ടിരിക്കുമ്പോ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ നിശ്ചയമായിട്ടും അദാബു റബ്ബിക നിന്റെ റബ്ബുരത് ലവാഖിഅ അത് നേരായിട്ട് ചൊല്ല കേൾക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബേജാറായി പോണ്ടു. അതാ എത്രത്തോളം ബേജാറ് ചൊന്നെങ്ക് ഹാസിന ഹത്താ മറിള. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കാരണം കൊണ്ടിട്ട് ബുൽപുട്ട് രോഗിയാവറു. എന്ത് രോഗ ചൊന്നെങ്ക് ആൾ
മഹാന്മാരതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണ്ടില്ല ചെന്നിട്ടും വഅദുഹു അതാ കാണ്ടില്ല ചെന്നിട്ടും സന്ദർശനത്തിന് വരെ പോണ്ടാറ്. സഹോദരന്മാരെ നോക്കുറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഇസ്രാ മിഅ്റാജ് പോയില്ലേ, സ്വർഗവും നരകവും കണ്ടിട്ട് ഒരു മാളിക കണ്ടെത്ത് ഈ മാളിക ആരത് ചെന്ന് കേൾക്കും മലക്കുകളുടെ കേൾക്കുമ്പോത്തും അത് നിങ്ങളെ അനുയായിയായ ഉമർക്ക് വേണ്ടിയിട്ട് അള്ളാഹ് തയ്യാറാക്കിയ മാളിക നബിയേ. ഇങ്ങനെയും കേട്ടിൽ പിന്നെയും അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിനയ നോക്കൂ സഹോദരന്മാരെ. ഇങ്ങനെ ഈ ഒരു ആയത്ത് കേൾക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബുൽപുട്ടു അതാ റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാനക്കാരൻ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്നുതണ്ട് നബി അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിൽ രണ്ട് കറുത്ത കരങ്ങയിന്ത്. എന്തുകൊണ്ട് ഈ കരവന്നരെ ലിശദ്ദതി ബുഖായിഹി ഈ ആയത്ത് കേൾക്കുമ്പോ ബുൽപുട്ടു. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ ചൊന്ന് കേൾക്കുമ്പോ ബുൽപുട്ടു രോഗിയായിട്ട് മുഖത്തിൽ രണ്ട് കരവുണ്ട്. സഹോദരന്മാരെ നോക്കുറങ്ങ് കാട്ടിയ വിനയ അതാ മരിക്കൂ കിടന്നൊരു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോന്യതാ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ സന്ദർഭത്തിൽ വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുറു മോനെ നിന്റെ തലവൊന്ന് കീഴുവേ എന്നിട്ട് ചൊല്ലുരേ ഈ ഉമർ അള്ളയോട് എടുത്തോണ്ട് സ്വർഗത്ത് ആയിട്ടിക്കുക നരകത്ത് ആയിട്ടിക്കുക. ഇതിങ്ങനെയായിട്ടിക്ര ഈ മഹാന്മാരായി പോയേ. അതാ നിങ്ങൾ കൊണ്ടില്ലേ ഇസ്ലാമി റിപ്പബ്ലിക്കിലെ 3ാമത്തെ പ്രസിഡന്റായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്ര എന്തിൽ ചെന്നൂറയിന് ചെന്നെത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ രണ്ട് പെണ്ണുമക്കളെ മങ്ങിലായ മഹാനല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ട് പട്ട നിക്കാഹ് വിധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനികനായി തിന്ത് സമ്പത്തുള്ളായി തിന്ത് എന്നെങ്കും ആ സമ്പത്ത് സ്വന്തത്തിക്ക് മാത്ര അതല്ലെങ്കിൽ കുടുംബത്തിക്ക് മാത്ര ചെലവാക്കാണ്ട് മുസ്ലിമീങ്ങളെ ധാരാളം സന്ദർഭത്തിൽ സഹായിച്ച മഹാനല്ലേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബഗ്ഗയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രശംസ പലക ചൊന്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിർസത്തെ മറമോണു അതാ സ്വർഗമുണ്ടോ ചെന്നിട്ട് കിട്ടിയൽ പിന്നെയും സ്വർഗമുണ്ടോ ചൊല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കും പിന്നെ കൊണ്ടുണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൽക്കാൻ ചൊന്നെങ്കിൽ എന്തും ഒരു ടൈം പാസിന് വേണ്ടി ചൊല്ലുറേ അല്ല. അതാ സൂറത്തുൻ നജ്മിൽ അല്ലാഹ് ചൊല്ലുറു വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. വഹീയുടെ അടിസ്ഥാന ഇല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തും ബായിക്ക് വന്നത് ചൊല്ലൊരാളല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാ സ്വർഗ്ഗത്തെ ടിക്കറ്റ് കൊടുക്കുമ്പോ അബൂബക്കറിന്റെ പേര് ചൊന്തു റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ചൊന്നിൽ പിന്നെ 3ാമത്തെ പേര് ചൊന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നോക്കാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്തരേന്ത് കാന ഉസ്മാനു ചരിത്ര കിതാബ് കണ്ടങ്ങ് ചൊന്നു തണ്ട് കാന ഉസ്മാനു ഇദാ വഖഫ അലൽ ഖബ്രി ബഖാ തവീലാ. ഇതേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത്ര സ്ഥാനമാണ് കിട്ടിയൽ പിന്നെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നിട്ട് ഒരക്കല്ല 2 പട്ടല്ല 3 പട്ടല്ല എത്രയോ പട്ട ആവർത്തിച്ചിട്ട് ഉസ്മാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ടോ, ഉസ്മാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ടോ എന്നിങ്ങനെ കേട്ടിൽ പിന്നെയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ ചെറിയ മക്കളെ പോലെ ഏങ്കരിച്ച് ഉൾപ്പെട്ടോണ്ടിന്ത്. സഹോദരന്മാരെ ഇതായിട്ടിക്കറ് വിനയ
തന്റെ ഒന്ന് ആഖിറത്തെ ഓർക്കുമ്പോ അതേ പടച്ചൊരാൻ എന്തുമല്ലല്ലേ ചൊല്ലൊരു ഈ പിയാറാം അതാ നന്നെ മുന്നുള്ള ചോണ്ടില്ലേ സലഫിങ്ങല്ലേ എന്തിനാ ഈ സലഫി ചൊന്നെങ്കിൽ സലഫു സ്വാലിഹീങ്ങളെ സ്വഭാവം എന്തിനായി തിന്ത് അത് വിനയായിട്ടിന്ത് ആ സലഫു സ്വാലിഹീങ്ങളെ സ്വഭാവം നോക്കറോ അങ്ങനെ ചരിത്ര കിതാബങ്ങ ഓതുമ്പോ നിങ്ങൾ മനസ്സിലാവൂരേ ഹജ്ജുൽ അതാ യൗമൽ അറഫ ദുൽഹജ്ജ് ഒലിമ്പോ 2 മൈതാനെ അറഫത്തില് ഹാജിമാർ അതാ ഒട്ടുകൂടില്ലേ താനാക്കിയ ദോഷത്തുക്ക് കേരിച്ച് മടങ്ങര സന്ദർഭം അത് അതാ ഞങ്ങളെ കൂട്ടത്തിലും കുറെ ആളുങ്ങ നാളവിടെ സാക്ഷിയായാറ് അർഹമുറഹിമായ റബ്ബ് അങ്ങനെ പ്രവർത്തനത്തുള്ള കബൂലാക്കട്ടെ ഈ വർഷവും കുറെ ധാരാളം ആൾമാറും പോയോണ്ടുള്ളാറ് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ പോവാത്തങ്ങൾക്ക് പോകുള്ള ഭാഗ്യ തരട്ടെ ആ മഹാന്മാരെ സ്വഭാവം നോക്കറൂ ഈ അറഫ മൈതാനത്തിൽ ഒരുപാട് ആൾമാർ കൂട്ടിത്താവുമ്പോ ഈ സലഫു സ്വാലിഹീന ചൊല്ലുരേ അല്ലാഹുമ്മ ലാ തറുദ്ദൻ നാസ ലിഅജലി അല്ലാഹുവേ നിന്റെ ഈ യൗമൽ അറഫ ഈ നാല് റബ്ബേ നിന്റെ അടിമങ്ങ അങ്ങതാ പാപ വിമോചന കേട്ടോണ്ടുള്ളാറ് ആക്കിപ്പോയ ദോഷത്തുക്ക് നിന്റെ ടിക മാഫ് കേട്ടോണ്ടിരിക്കുമ്പോ നന്റെ കാരണ കൊണ്ടിട്ടു അങ്ങനെ ദുആത്തെ നീന് ദൂരമാക്കണ്ട റബ്ബേ ബലിച്ചെറിയണ്ട റബ്ബേ സഹോദരന്മാരെ നോക്കുറ എന്തൊരു വിനയത് അത്രയും ബെടക്ക് ആര് ചൊല്ലൂരേ സലഫു സ്വാലിഹീന അതാ നിങ്ങൾ കൊന്തില്ലേ മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ വിദ്വാംസനല്ലേ ആ മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ് ചൊല്ലറു ലൗ കാന ലിദ്ദുനൂബി റീഹുൻ അതാ ഈ ദോഷാക്കിത്ത് തപ്പ് സൊറാക്കിയെങ്ക് റീഹ് മാത്ത് ഉണ്ടു തായി തിന്നരെങ്ക് ഒരു നാത്ത പണ്ടേ തിന്നരെങ്ക് മാ ഖദറഹദുൻ അയ്യജ്ലിസ ഇലയ്യ നന്റെട്ടിക ഒരാളും ദൈക്കലാന്താറ് അത്രയും നാണ് ബെടക്ക് ചെന്നിട്ടും തന്റെ ആത്മാവലോകനാക്കറ് മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ് സഹോദരന്മാരെ മഹാന്മാരെ എല്ലാം മഹാന്മാരാക്കിയത് ഈ വിനയായി തിന്ത് നടത്താം എന്തിനാക്കണോ ഈ വിനയ ഉണ്ടാവുക എന്തിനാക്കണോ അതാ മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് ചൊന്നിട്ടുണ്ട് മോനെ ഈ അഹങ്കാരം ചൊല്ലരുത് ഈ കിബിറ് ചൊല്ലരുത് ആരെയും അത് അറ്റാക്ക് ആക്കൂ ആലിമരെയും അറ്റാക്ക് ആക്കൂ ഒരു നല്ല ഒരു ഗൊന്തുല്ലാലെയും അറ്റാക്ക് ആക്കൂ ഒരു ആരോഗ്യം അത് അറ്റാക്ക് ആക്കൂ ഒരു രോഗിയെയും അത് അറ്റാക്ക് ആക്കൂ ಅದಕ್ಕೆ ಜಾತಿ ಮತ ಭೇದ ಭಾವ ವರ್ಣ എന്തുമില്ല ആരെയും അറ്റാക്ക് ആക്കും പോലോത്തെ ഒന്നായിട്ടിക്കറ് കിബറ് ചൊല്ലരുത് അത് ഹൃദയത്തുക്ക് പണ്ട് വലിയ രോഗായിട്ടിക്കറ് അതുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് ചൊന്നു തന്റെ മോനെ നീനൊരു ആലിമും തായെങ്ക് നിൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വലിയ ഔദാര്യ കൊണ്ടിട്ടു നിക്ക് മാത്രം ഇൽമ തന്ത് തായെങ്ക് നീ അത് കൊണ്ട് അഹങ്കരിക്കണ്ട ഒരു സാധാരണക്കാരെ കാണുമ്പോ നീ വിചാരിച്ചോളണോ അല്ലാഹുവേ ഈ സാധാരണക്കാരാ എത്ര ഖുശൂൽ ജീവിക്കുകയാല് ഞാൻ ഈ ഗൊന്തിന്നിട്ടും ഞാൻ ഇയാളെ പോലെ ഇല്ലല്ലേ എന്ന് വിചാരിക്കണോ അതേ ഈ ജാഹിലായ മനുഷ്യ വിചാരിക്കണ എന്തരേ പടച്ചവരെ നല്ലെട്ടിയെന്നും അമല്ലല്ലേ നക്ക് നിസ്കാരത്തെ ഫർദ് എന്തരേ ഗൊന്തില്ല നിസ്കാരത്തെ ഷർത്ത് എന്തരേ ഗൊന്തില്ല അതിന്റെ സുന്നത്ത് പൂർണ്ണമായിട്ട് നക്ക് നിർവഹിക്കുകയായിട്ടില്ല എന്നിങ്ങനെ തന്റെ സ്വന്തം ദൗർബല്യത്തെ എന്ന് ചൊല്ലുമ്പോ മനുഷ്യക്ക് അഹങ്കാരത്തെ ബദലുക അതാ വിനയമുണ്ട് സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ ഈ അഹങ്കാര ചൊല്ലരുത് വിനയ ഇല്ലാണ്ടാവറിയപ്പ നാന് ತೊಂದರೆಯಿಲ್ಲ ആവുമ്പോ നാന് ತೊಂದರೆಯಿಲ್ಲ ನಾನು 5 വക്തും നിസ്കരിക്കറ ನಾನು സകാത്ത് കൊടുക്കറ ನಾನು സദഖ കൊടുക്കറ ನಾನು അതേപോലെ വേറെ സത്കർമ്മത്തിന് ನಾನು നല്ല മുൻചൂണിയിലുള്ള അതും അല്ലാണ്ട് ഞാനതാ കുറെ ശിർക്ക് കൊണ്ട് നാനാക്കില്ല ബിദ്അത്ത് നാനാക്കില്ല അതുകൊണ്ട് ನಾನು നല്ലവനു ನಾನು ತೊಂದರೆಯಿಲ್ಲ ചൊല്ല വിയാറായിട്ടിക്കറ് മനുഷ്യക്ക് വാസ്തവത്തിൽ ತೊಂದರೆ ഉണ്ടാക്കരുത്
ആരും അങ്ങനെ വിചാരിക്കണ്ട. ആർക്കും ചൊല്ലുക സാധ്യയില്ല ഞാൻ ഈമാൻ ഇന്നിട്ടേ മരിക്കുവാന്ത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഞങ്ങൾ ഈമാൻ ഇന്നിട്ട് മരിപ്പാട്ടിട്ട് ഞങ്ങൾ എപ്പോഴും അത് പേടിക്കണോ, അല്ലാഹുവിന്റെ ദുആ ഇറക്കണോ. അതാ നിങ്ങൾ ഗൊന്തില്ലേ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ക്രോഡീകരണത്തില് വിശേഷ സൂക്ഷ്മത കാട്ടിയാലല്ലേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു വ്യാഖ്യാനിക്കുമ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തില് മരിക്കുന്ന വിഷയം വിവരിക്കുമ്പോ ചൊല്ലുരേ ഇഹ്തസ്സൽ അർശ ബിമൗതിഹി. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിത്തീർത്ത്, അല്ലാഹുവിന്റെ അർശിൽ കമ്പന ഉണ്ടായിത്തീർത്ത്. അത്രയും നല്ല ഒരു സ്വഹാബി പ്രമുഖനായിട്ടുണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം വഹിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മയ്യത്ത് സംസ്കാരം എങ്ങനെ ചൊന്ന് മുസ്ലിമീങ്ങളെ പരിപാടിയ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഅദ് റളിയല്ലാഹു അൻഹുരെ മയ്യത്ത് കുളിപ്പാട്ടും മൊത്തവും നേതൃത്വം വഹിക്കറ്. അതിൽ പിന്നെ അതാ മയ്യത്തിനെ കൊണ്ടുപോണ്ടു ഒരു അന്തിമ യാത്രയല്ലേ. അലാ അയ്യുഹന്നാസി ലിയൗമി رحيله أراك عن الموت المفرق لاهيا. ഒരു യാത്രക്ക് എല്ലാരും വിധേയരാവുകൊണ്ടു. ഈ നക്കും ആ യാത്ര പോകുണ്ടോ, നിങ്ങൾക്കും പോകുണ്ടോ. എല്ലാരും ആ മയ്യത്ത് കട്ടികളിൽ കിടക്കുകൊണ്ടോ. ആ കടന്നു പോയ തെരുള് പിന്നെ പുറകില്ല. അങ്ങനെ അതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുരെ ആ അന്തിമ യാത്രയിലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമവും സ്വഹാബിമാരും അതാ പോണ്ടാറ്. അങ്ങനെ ആയിത്താവും അതാ അവസാനമായിട്ട് നാം ചുരുക്കത്തിൽ ചൊന്നോട്ടില്ലേ അതാ മയ്യിത്ത് നിസ്കാരത്ത് മഹാന്മാരായ ഔലിയാക്കന്മാർ നിന്ദിറാറ്. മഹാന്മാരായ ഔലിയാക്കന്മാർ സ്വഹാബിങ്ങ ആ തന്റെ സഹോദരക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കാരത്ത് കഥാ സഫ് നിന്ദിറാറ്. സ്വഹാബിങ്ങളെ സ്വഭാവം നിങ്ങൾ കൊന്നില്ലേ. സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹ് ചൊല്ലുറു മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. ഇങ്ങനെ പരസ്പരം ഇങ്ങനിടയിൽ ഭാര്യ ഒരു റഹമിന്ത് ഈ സ്വഹാബിമാര് അതാ തന്റെ സഹോദര സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ സ്വഹാബിമാർ അതാ ഓർത്താൽ ഇങ്ങനെ നിന്ററാറ് സഫ് നിന്ററാറ്. ഈ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാറ്. അതാ മയ്യിത്ത് നിസ്കരിക്കുക എങ്ങനെ ചൊന്ന് മുസ്ലിമീങ്ങളെ പടിപ്പാട്ടി 186 കോടി മുസൽമാൻ ഹൃദയത്തെ കൺമണിയായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുരെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുറു. അങ്ങനെ എല്ലാതാ ഫാത്തിഹ ഓതുറു. അതിൽ പിന്നെതാ സ്വലാത്ത് ചൊല്ലുറു. പിന്നെതാ ദുആ റക്കറ്. അല്ലാഹ് എന്തിരാ ദുആ അല്ലാഹുമ്മ ഗഫിർ അല്ലാഹും പടച്ചവൻ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു എന്നിങ്ങനെയുള്ള ദുആ അതാ നിങ്ങൾ പഠിച്ചെത്തിക്കുവാറ്. അർത്ഥം ചൊന്നെങ്കിൽ അല്ലാഹുവേ ഈ മയ്യത്തുക്ക് നീ പുറത്തു കൊടു റബ്ബേ, മാഫാക്ക് റബ്ബേ, റഹം ചെയ്യ റബ്ബേ. പടച്ചവനെ നീ ഏതുപോലെ ബെൽത്ത ഡ്രസ് ഏതുപോലെ അത് കൽകിത്ത് ശുദ്ധായെങ്കിൽ ശുഭ്രാവൂ. അതേപോലെ ഈ സാദ്രയും നീ ആക്കി വിടു അല്ലാ. സാദ്രയും നീ മാഫാക്ക് അല്ലാ ചൊന്നിത്തു. എല്ലാരും പ്രാർത്ഥിക്കാറ് ഔലിയാക്കന്മാരുല്ല ഇവിടെ, ഔലിയാക്കന്മാരെ നേതാവുല്ല ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ മയ്യിത്ത് നിസ്കാരവും ആയൽ പിന്നെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഖബറുകൾ കൊണ്ടുവന്നു. അങ്ങനെ ആ ഖബറുക്ക് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽഞ്ഞിട്ട് തന്റെ ആ ശറഫായ കൈകളെ കൊണ്ടിട്ടു സഅദ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ വെക്കറ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇത് ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആ മണ്ണിട്ടോട്ടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ എന്താ ഒന്ന് കണ്ട് പേടിച്ച പോലെ ആയിപ്പോണ്ടു. നബി തങ്ങ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലുറു. തെല്ലൊന്ന് പാർക്കുമ്പോ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ ചിരിക്കറ്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുറു. സ്വഹാബിമാരതാ ഏത് വിഷയവും കണ്ടെങ്കിൽ അത് 4 പടി
ചോദിക്കാതെ അലക്കളി നോക്കാന്ന് ചൊല്ലുരങ്ങല്ല അങ്ങ് അപ്പത്ത് കപ്പ കേട്ടോണ്ടിന്നാറ് അങ്ങ് കേക്കിറാറ് യാ നബിയല്ലാ എന്തിരെ നബിയെ നിങ്ങ ഇങ്ങനെ ചൊന്നത് ചന്ദ്രേന്ത് നങ്ങ ചൊന്നു തറൂ ഇതിങ്ങനെ ചൊല്ലുമ്പതാ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നു കൊടുക്കുറു. ഓ സഹോദരന്മാരെ, ആരെയും അതാ വിനയ എന്തിരേന്ത് പഠിപ്പാട്ടണു. എല്ലാരും ആ നാല് ಬಗ್ಗೆ ചിന്തിക്കണു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുറു, അതാ ഞങ്ങളെ ഈ പിരുസത്തെ സാദര ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഖബറിൽ വെച്ചില്ലേ, ആ സന്ദർഭത്തില് രണ്ട് സൈഡും അതാ മഹാനായ സാദരെ പിടിച്ചിട്ട് അരുകി പിടിക്കുമ്പോ സാദക്ക് നൊമ്പലായിട്ട് സ്വഹാബത്തെ ആ സന്ദർഭത്തില് സാദരെ രക്ഷിക്കുക വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനെ പ്രാർത്ഥിച്ച അള്ളാഹ് എന്റെ ദുആ കബൂലാക്കിത്ത് സ്വഹാബത്തെ. ഓ സഹോദരന്മാരെ, ഞങ്ങൾ ഒന്ന് ചിന്തിക്കുക. നാനും പോയി കിടക്കണ്ടേ ആ ഖബറിലു? അങ്ങനെ ഉള്ള ഖബറിൽ നാണ് കിടക്കനായ നാണ് മണ്ണായി പോണ്ടേനാണ്. പിന്നതാ ഒരുക്ക ഭൗതികമായിട്ടില്ലാണ്ടായി പോണ്ടേനാണ്. എങ്ങനെ അഹങ്കരിക്കരേ, എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മറക്കരേ? വിനയല്ലേ ഞങ്ങൾ കാട്ടനായത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആറും എനിക്ക് മേലും അതാ അഹങ്കാരിങ്ങായി പോണ കുത്തിറ റബ്ബുൽ ആലമീനട്ടിക പ്രാർത്ഥിക്കും. പടച്ചവനെ ഞങ്ങൾ നീ വിനയത്തണു റബ്ബേ. സഹോദരന്മാരെ, ഞങ്ങളുടെ പ്രസംഗം നിൽക്കുവാട്ടെ. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ചൊന്ന വിഷയത്തെ അവൻ സ്വീകരിക്കട്ടെ. അതേപോലെ ഞങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു കബൂലാക്കി തരട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. آمين آمين اللهم آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.